ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതി 4 വർഷം മുമ്പ് ഒരു ബാങ്കിൽ നിന്നും കടം എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസ അടച്ചിട്ട് ബാക്കി പൈസ അടയ്ക്കാതെ മുങ്ങി നടക്കുകയാണ് കേട്ടോ. അവര് ശ്രുതിയെ കൈയോടെ തെരുവിൽ വെച്ച് പൊക്കുകയും അവിടെ വെച്ചിട്ട് ശ്രുതിയെയും നാറ്റിക്കുന്ന രംഗം വരെയാണ് കേട്ടോ നമ്മള് ഇന്നലത്തെ എപ്പിസോഡിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രുതി ചന്ദ്രമതിക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ റൂമിലിരുന്ന് രാത്രി. ഫേസ് പാക്ക് മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ശ്രുതി ഇത് ഒരുമാതിരി ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്നാൽ മാത്രമേ മുഖത്തുള്ള ഡെഡ് സെൽസ് എല്ലാം പോവുള്ളൂ. അയ്യോ എന്റെ മുഖത്ത് ചുളിവൊന്നും വീഴാൻ വേണ്ടി പാടില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഇല്ല ആന്റി, ഉള്ള ചുളിവും കൂടി പോകും. നാളെ രാവിലെ നോക്കിക്കോ ആന്റി, 5 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ രേവതി റൂമിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്താടി നോക്കി നിൽക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അമ്മ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. അതവിടെ വെച്ചേക്കുന്ന ശ്രുതി പറയുന്നുണ്ട്. എന്നിട്ട് എന്താ മുഖത്ത് തേക്കുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ഫേസ് പാക്ക് ആണെന്ന് പറയാണ്. എന്ന് വെച്ചാൽ എന്താന്ന് ചോദിക്കാണ് രേവതി. ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, കടലമാവും ഗോതമ്പ് പൊടിയൊക്കെ മുഖത്ത് തേച്ച് ശീലം മാത്രമല്ലേ ഇവക്കുള്ളൂ. അമ്മേ എനിക്ക് അതൊന്നും ചെയ്തിട്ട് ഒരു ശീലവും ഇല്ല. നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് നല്ല പച്ചക്കറികളൊക്കെ കഴിച്ചാൽ തന്നെ മുഖം നന്നായിരിക്കുന്നതാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നിന്റെ അമ്മ വലിയ സ്കിൻ ഡോക്ടർ അല്ലേ പറയാൻ വേണ്ടിയിട്ട്, നീ പോയിട്ട് നിന്റെ ജോലി നോക്കെന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചന്ദ്ര. ഇത് രാത്രി മൊത്തം വെക്കണോ ശ്രുതി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്ര ചോദിക്കുമ്പോ അതെ രാവിലെ ഐസ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് വർഷയും ശ്രീകാന്ത് റൂമിൽ കിടക്കുവാണ്. എസിന്റെ കൂളിംഗ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് AC ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. AC എല്ലാം നോർമൽ തന്നെയാണ്, നീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഹീറ്റ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് വർഷ ഓൺ ആക്കാണ് ചെയ്യുന്നത്. ഇത്രയും തണുപ്പിൽ ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ശ്രീകാന്ത് വർഷ ഓഫ് ചെയ്തത് ഓൺ ആക്കുകയാണ്. എനിക്ക് ഭയങ്കര ചൂടാണ്, എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വർഷ ഓൺ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് നേരത്തെ റെസ്റ്റോറന്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഓഫ് ചെയ്യുക. അങ്ങനെ 2 പേരും മാറി ഓണാക്കുക ഓഫാക്കുക ഓണാക്കുക ഓഫാക്കുക അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കറണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും നീ കാരണം പോയതെന്ന് പറഞ്ഞിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ഹാളിലാണല്ലോ കിടക്കുന്നത്. കറണ്ട് പോയത് അറിയുമ്പോ മെഴുകുതിരി എവിടെ വെച്ചെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് സച്ചി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചിട്ട് ടെറസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോ എന്താ മൊത്തത്തിൽ ഇരുട്ട് ഓണാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കറണ്ട് പോയി. ഈ സമയത്തൊക്കെ എന്തിനാണാവോ കറണ്ട് കട്ടാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചും കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴേക്കും രേവതി അടുക്കളയിൽ നിന്ന് മെഴുകുതിരിയും കത്തിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ രേവതിയെ കണ്ടിട്ട് കുറച്ചു നേരം രേവതി സച്ചിയെയും സച്ചി രേവതിയെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നിങ്ങൾ ഉറങ്ങിയില്ലേ എന്നുള്ള കാര്യം. അല്ല ഞാന് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്, അപ്പൊ നോക്കിയപ്പോ കറണ്ട് ഇല്ല. എപ്പോഴാ കറണ്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത്. ഇപ്പൊ പോയതേ ഉള്ളൂ. അങ്ങനെ സച്ചിയും കൂടി ചേർന്നിട്ട് 2-3 മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി ആണെങ്കിൽ മെയിൻ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് പുറത്തൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും ലൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് മാത്രമാണല്ലോ പോയെന്ന് പറയാണ്. അതിനിടയ്ക്ക് ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ എണീറ്റിട്ട് വരുന്നുണ്ട്. മുഖത്ത് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്താടാ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് നമ്മുടെ സച്ചി ചന്ദ്രമതിയുടെ ആ ഫേസ് കണ്ടിട്ട് പേടിച്ചിട്ട് അയ്യോ പ്രേതം എന്ന് പറഞ്ഞ ഒരൊറ്റ കരച്ചിലാണ്. എന്തിനാണ് നിലവിളിക്കുന്നത്, ഞാനാണെന്ന് ചന്ദ്രമതി. അപ്പോഴേക്ക് ശ്രുതി അതുപോലെ ശ്രുതിയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഇല്ലാത്തതിന് നീ എന്തിനാണ് നിലവിളിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ടാണ് സച്ചിക്ക് അരികിലേക്ക് വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ചന്ദ്രമതിയെ കാണുമ്പോഴേക്കും അയ്യോ എന്നു 2 പേരും നിലവിളിക്കുകയാണ്. അയ്യോ നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നത്, നിലവിളിക്കല്ലേ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർ 2 പേരും പേടിച്ച് പുറകിലേക്ക് പോവാണ്. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും അതുപോലെ രവിയൊക്കെ വരുന്നുണ്ട്. എല്ലാരും എന്താ നടുരാത്രിയിൽ നിന്നിട്ട് ഹാളിൽ നിന്ന് കണ്ട് ഒച്ചയെടുക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛ അങ്ങോട്ട് നോക്ക്, അമ്മയുടെ മുഖത്ത് പ്രേതത്തെ പോലെ ഇല്ലേ കാണാൻ. ആന്റി എന്താ ഹൊറർ മൂവിയിലെ ആൾക്കാർ വരുന്നത് പോലെ വരുന്നത് എന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണേ. ഫേസ് പാക്ക് ഇട്ടതാണ് വർഷയെന്ന് പറയുകയാണേ ചന്ദ്ര. കിടക്കുന്നതിന് മുമ്പേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നീ കേട്ടോന്ന് രവി. ഇപ്പൊ എല്ലാവരെയും ഭയപ്പെടുത്തിയില്ലേ. ഈ സമയത്ത് എന്തിനാണോ കറണ്ട് കട്ടാക്കിയത്, ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതിയും ചോദിക്കുമ്പോ രേവതി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ട് ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലായിടത്തും കറണ്ട് ഉണ്ട്. ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി രവിയുടെ അടുത്ത് ചോദിക്കുന്നത് അല്ല രവിയേട്ടാ കറണ്ട് ബില്ല് കിട്ടിയില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. കറണ്ട് ബില്ല് ഞാനല്ലേ പോയി അടച്ചത്, അപ്പൊ ഫ്യൂസ് പോയിട്ടുണ്ടാകും, ഞാൻ എന്തായാലും താഴെ പോയിട്ട് നോക്കിയിട്ട് വരാ എന്ന് പറയുമ്പോ ശ്രീകാന്ത് ഞാനും വരാ എന്ന് പറയുന്നിട്ട് സച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. ചന്ദ്ര നീ ആരെയും പേടിപ്പിക്കാതെ പോയിട്ട് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് രവി ചന്ദ്രയെ അവിടെ കൊണ്ട് ഇരുത്തുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ശ്രീകാന്തും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ട് ഫ്യൂസ് കെട്ടിയിട്ട് കറണ്ട് വരുവാണ് കേട്ടോ. രണ്ടുപേരും കൂടി അകത്തേക്ക് വരുന്നുണ്ട്. എന്താടാ പറ്റിയെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ ട്രിപ്പ് ആയതാണ്. അതെങ്ങനെ പെട്ടെന്ന് ട്രിപ്പ് ആയത്? അങ്ങനെ അച്ഛാ, പെട്ടെന്നൊന്നും ട്രിപ്പ് ആവില്ല. ആരെങ്കിലും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ഓഫ് ആക്കി കളിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് ട്രിപ്പ് ആയത്. ആരാണ് ഈ പണി ഒപ്പിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷയും ശ്രീകാന്തും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും കറണ്ട് വന്നില്ലേ, എല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. അപ്പോഴേക്ക് ശ്രുതി ചന്ദ്രയുടെ അടുത്ത് പറയുന്നത്, അമ്മ ആദ്യം പോയിട്ട് അമ്മ മുഖം വാഷ് ചെയ്യേ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് തിളങ്ങും എന്നുള്ള കാര്യം ശ്രുതിയാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴേക്കും നോക്കിക്കോ എന്റെ മുഖം എന്ന് പറയുമ്പോ സച്ചി കമന്റ് പറയണേ, ഇതിനേക്കാൾ പേടിയാകും കാണാന്. ചന്ദ്രൻ നീ മുഖം കഴുകിയിട്ട് അകത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് പോവാണ്. അങ്ങനെ ചന്ദ്രമതി വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി റൂമിൽ കയറിയപ്പോ തുടങ്ങുന്നുണ്ട് കേട്ടോ, നീ കാരണം വന്നത്, നീ കാരണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ടെറസിലേക്ക് പോവാണ് രേവതി കിടന്നുറങ്ങാനും. ശ്രീകാന്തിന്റെ വർഷയുടെ റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതി മുഖം കഴുകി വരുന്ന സമയത്ത് സൗണ്ട് കേൾക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ AC ഓൺ ഓഫ് ആക്കി കളിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അവൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, പോടാ എന്നൊക്കെ പറയണേ വർഷ. നിന്റെ അടുത്തൊക്കെ മനുഷ്യൻ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും കിടക്കാണ് കേട്ടോ. ഇവരുടെ സൗണ്ടും അതുപോലെ ഇവർ തമ്മിലുള്ള അടിയാന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്ന സമയത്ത് ആകെ സങ്കടപ്പെട്ട് ഇരിക്കുവാണേ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ സച്ചിയുടെ ഓട്ടോയിൽ രേവതി പൊക്കോണ്ടിരിക്കുകയാണേ. ഒന്ന് വേഗം പോ സച്ചിയേട്ടാ, എന്നാൽ മാത്രമേ പറഞ്ഞ സമയത്ത് പൂ കെട്ടി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ റോഡിൽ ഈ സ്പീഡിലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകണം. ഒന്നും വേണ്ട, ഓട്ടോ തന്നെ മതിയെന്ന് രേവതി. ശരി, പൂ കിട്ടുന്ന ആൾക്കാരൊക്കെ വരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ചേച്ചിമാരെല്ലാം നേരെ വീട്ടിലേക്ക് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് ദേവുവിന് മാത്രം കൂട്ടിയിട്ട് പോയാൽ മതി. പൂ മേടിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലത്തേക്ക് വണ്ടി നിർത്തുവാണ്. രേവതി പൂ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പുറത്ത് വണ്ടി വെക്കാം എന്നുള്ള കാര്യം പറയണേ. ഞാൻ ഇപ്പൊ വരും എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. കുറെ ദൂരം നിങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ പോയി മേടിച്ചിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ രേവതി പോകുന്നത്. അങ്ങനെ സച്ചി അവിടെ തന്നെ നിർത്തുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ വരുന്നുണ്ട്. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇവിടേക്കാണോ വണ്ടി? വേറെയും വരാനുള്ളതാണ്, അതുകൊണ്ട് ഇവിടെ നിർത്തരുത്, അവിടെ കൊണ്ട് നിർത്തണം. ആദ്യം ഫൈൻ കെട്ടാൻ വേണ്ടി പറയാണ് കേട്ടോ. സാർ അതുമല്ല സാർ, പൂ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കുറെ പൂ ഉള്ളത് കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് സാർ ഇവിടെ നിർത്തിയത്, പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കാല പിടിക്കുന്ന രീതിയിലൊക്കെ സച്ചി സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പൂ മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, സാർ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാ തവണ ഞാൻ പൂ മേടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഓട്ടോ ഇവിടെ നിർത്തിയിട്ട് തന്നെ പോറ്. ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സാർ അങ്ങനെയല്ല സാർ, നിങ്ങൾ എത്രയും വേഗം തന്നെ സംസാരിക്കാതെ 500 രൂപ ഫൈൻ കെട്ടാൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ, എന്താ സാർ 500 രൂപയോ? ഇവരെന്താ ആരെയും അടിച്ചിട്ടൊന്നുമില്ലല്ലോ, സൈഡിലല്ലേ ഓട്ടോ നിർത്തിയെന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ രേവതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ ഓട്ടോ ഓടിക്കുകയാണ്, ഇതുവരെ ഒരു ഫൈൻ കിട്ടുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ഓഹോ അപ്പൊ നീ എപ്പോഴും രക്ഷപ്പെട്ടു പോവാറല്ലേ ചെയ്യാറ്? അയ്യോ സാർ അങ്ങനെയല്ല പറഞ്ഞത് സാർ, ഞാൻ എപ്പോഴും കറക്റ്റ് ആയിട്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. നീ ഫോളോ ചെയ്യുന്നതിനാണല്ലോ ഇപ്പൊ കണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, സോറി സാർ ചിലരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയെന്ന് രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് സച്ചി പറയണേ. നിങ്ങളുടെ സോറി ഒന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ അടുത്ത് ലൈസൻസ് പേപ്പേഴ്സ് ഒക്കെ ഇല്ലേ, അതെടുക്കാൻ വേണ്ടി പറയണേ. അങ്ങനെ ഫൈൻ കെട്ടാൻ വേണ്ടി പറയുമ്പോഴേക്കും അപ്പോഴേക്ക് രേവതിയുടെ കൂടെ മറ്റൊരു ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ, പൂ എടുത്തു കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ. ആ ചേച്ചിയും പറയുന്നുണ്ട്, സാർ അവർ 100-200 രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഓട്ടോ ഓടിക്കുന്നത്, അവരുടെ അടുത്ത് മേടിക്കരുതെന്ന് പറയണേ. അപ്പോഴേക്ക് രേവതി, സാർ അവരും അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ, ആകെ 500 രൂപയല്ലേ ഒരു ദിവസം ഓടിയേ കിട്ടത്തുള്ളൂ, അവരുടെ അടുത്ത് 500 രൂപ ഫൈൻ മേടിച്ചാൽ എങ്ങനെ സാർ? ഒരു 100 രൂപ മേടിച്ചോളാൻ വേണ്ടി പറയുന്ന സമയത്ത് എന്താ പറഞ്ഞ 100 രൂപ? ഞാനെന്താ പഴക്കടയിൽ പോയിട്ട് പഴം മേടിക്കാണോ ചെയ്യുന്നത്? 500 രൂപയാണ് ഫൈൻ ചാർജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അദ്ദേഹം. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സാർ കോടിക്കണക്കിന് പൈസയും കൊണ്ട് നടക്കുന്ന ആൾക്കാര് ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടു പോകും, അവരുടെ പുറകെയൊന്നും നിങ്ങൾ നടക്കില്ല. കള്ള് കുടിച്ചിട്ട് ഓരോരുത്തരുടെ മേലേക്ക് വണ്ടി കയറ്റുന്നു, ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ദിവസവും 1000 വരുന്നുണ്ട് ടിവിയില്. പക്ഷെ അവരെയൊക്കെ നിങ്ങൾ വെറുതെ വിടും. ഇല്ലാത്തവര് ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും അവരെ കയ്യിൽ നിന്ന് കാശ് പിടിച്ചു വാങ്ങുമല്ലേ. ഇല്ലാത്തവരായാലും ഉള്ളവരായാലും റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പോലീസുകാര്. സാർ ഇവിടെ വലിയവരൊക്കെ കൊണ്ടുവന്നിട്ട് കാർ നിർത്തുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, അവരുടെ നിന്നൊന്നും നിങ്ങൾ ഫൈൻ മേടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ പാവം ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരുടെ നിന്നാണോ നിങ്ങൾ ഫൈൻ 500 രൂപ മേടിക്കുന്നത്? നീ പൂ മേടിക്കാൻ വേണ്ടി വന്നതല്ലേ, വണ്ടിയിൽ സവാരിക്ക് വന്നവളല്ലേ, പൂ മേടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് പോകണം. വെറുതെ അവന്റെ ഭാര്യയെ പോലെ നീ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, സോറി സാർ, ഞാൻ 500 രൂപ ഫൈൻ കെട്ടിക്കോളാം എന്നുള്ള കാര്യം കേട്ടോ. എന്നാൽ രേവതിയാണെങ്കിൽ വിടൂ സാർ, 100 രൂപ എന്നുള്ളത് 200 രൂപ ആക്കിക്കോളൂ സാർ,
ഫൈൻ 500 രൂപയാണ്, അത് തന്നെ വേണമെന്നുള്ള കാര്യം പോലീസുകാരൻ പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പേഴ്സിൽ 500 രൂപ എടുത്ത് കൊടുക്കുവാണേ. നീ സവാരിക്ക് വന്നതല്ലേ, എന്തിനാ നീ ഫൈൻ കിട്ടുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ കൂടെയുള്ള ചേച്ചി പറയുന്നുണ്ട് കേട്ടോ, സർ ഇവരുടെ ഭാര്യയാണ് ഇത് എന്നുള്ള കാര്യം. ആഹാ, വെറുതെ അല്ല നീ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞത്. ഇനി ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഓട്ടോ നിർത്താൻ പാടില്ല, വേഗം വിട്ടോളാൻ വേണ്ടി പറയാണ് സച്ചിയുടെ അടുത്ത്. പോലീസുകാരൻ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇവിടെ വണ്ടി നിർത്താൻ വേണ്ടി നിൽക്കുന്നത്? നീ എന്താ കളിയാക്കുകയാണോ? ഞാൻ ഓട്ടോയ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് ചേട്ടന്മാര് നിർത്താറ്, എന്നിട്ട് അവര് കുറച്ച് പുറകിലേക്ക് നിൽക്കും, ഞാൻ കാണുന്ന സമയത്ത് ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് ചെയ്യാറ്. പോലീസ് വരുന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാം? പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയുമ്പോ എങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ കള്ളനാണോ പോലീസ് വരുമ്പോ ഓടിക്കളയാൻ വേണ്ടി? നിന്റെ വാക്ക് കേട്ട എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ. അങ്ങനെ പൂ മേടിച്ചിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവര്. അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പതിയെ ഓട്ട് സച്ചിയേട്ടാ, പൂവൊക്കെ താഴെ പോകുന്നുള്ള കാര്യം പറയുമ്പോ സ്പീഡിൽ ഓട്ടണം, മെല്ലെ ഓട്ടണം, ഒരു മനുഷ്യൻ എങ്ങനെയാ പിന്നെ ഓട്ടോ ഓടിക്കുക? അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ ആ ചായക്കടയുടെ മുമ്പിൽ ഒന്ന് നിർത്തുക സച്ചിയേട്ടാ, രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ടെന്ന് പറയണേ. നീ നിന്റെ പാട്ടിന് അവിടെ നിർത്ത് ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ എനിക്ക് ഫൈൻ കിട്ടിയെന്നുള്ള കാര്യം പറയുമ്പോൾ ഇനി അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു നിൽക്കണ്ട, ഞാൻ സാധാരണയായിട്ട് ചായ കുടിക്കുന്ന കടയാണ് അവിടെ, സച്ചിൻ അവിടെ നിർത്തുമെന്ന് പറയണേ. അങ്ങനെ ചായക്കടയിലേക്ക് പോകുന്ന സമയത്ത് സച്ചിയുടെ അടുത്ത് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ രേവതി കടയിനുള്ളിൽ കയറിയിട്ടും വാ സച്ചിയുടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് കടക്കാരനും പറയുന്നുണ്ട്, ദേ അവളെ എന്ത് മര്യാദയോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്, വന്ന് കഴിച്ചിട്ട് പോ, ബൈക്കിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് കൂടെ വരുന്ന ആൾക്കാർ പോലും ചായ മേടിച്ചു തരാത്ത കാലമാണെന്നുള്ള കാര്യം പറയാണ്. അപ്പോഴാണ് ട്രിപ്പിന് വന്ന ആള് നിനക്ക് ചായ മേടിച്ചു തരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ, നീ ലക്കിയാണെന്നൊക്കെ പറയുമ്പോ അത് ശരിയാണ്, ഇവള് കാരണമാണ് എനിക്ക് 500 രൂപ ഫൈൻ അടച്ചത്, ചേട്ടനൊന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചായ മേടിച്ചു കൊടുക്കാണ് കേട്ടോ രേവതി. അങ്ങനെ ചായ വാങ്ങി കൊടുത്തതിന് ശേഷം അടുത്തത് വടയാണ് കേട്ടോ മേടിച്ചു കൊടുക്കുന്നത്. വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട വാങ്ങിയിട്ട് പകുതി സച്ചിക്ക് മുറിച്ചു കൊടുക്കുകയാണ് രേവതി. ഇത് കാണുമ്പോ കടയിലുള്ള ചേട്ടനാണെന്നുണ്ടെങ്കിൽ കരയുവാണ്. കണ്ണെന്ന് വെള്ളം ഒലിപ്പിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന്. ഒന്നുമില്ല ചേട്ടാ, നിങ്ങളുടെ കൂടെ വന്ന ആള് നിങ്ങൾക്ക് കഴിക്കുന്ന വടയിൽ നിന്ന് പകുതി തന്നില്ലേ, ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം ഭാര്യ പോലും ഇങ്ങനെ ചെയ്യില്ല. എനിക്കിത് കണ്ട സമയത്ത് എന്റെ നാട്ടിലുള്ള ഭാര്യയാണ് ഓർമ്മ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ഭയങ്കര ചിരിയാണ് കേട്ടോ. ഇങ്ങനെ ഒരാള് നിങ്ങളുടെ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭാഗ്യവാനാണെന്നൊക്കെ പറയുമ്പോഴേക്കും കൂടെയുള്ള ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, എടാ ചെക്ക, ഇവർ രണ്ടുപേരും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്, പോയി നിന്റെ പണി നോക്കടാ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്കും അവൻ കണ്ണൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണല്ലേ? ഞാൻ വിചാരിച്ചു ഓട്ടോയിൽ പോകുന്ന ആള് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രാവിലെ മുതൽ ഓട്ടോ കയറിയിട്ട് അവളെ എനിക്ക് ഒരുപാട് പണി തരുന്നുണ്ട്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിന്റെ ഭാര്യയെ നീ കണ്ടിട്ട് എത്ര നാളായിടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 8 മാസം ആവാറെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ലീവ് എടുത്തിട്ട് പോയിട്ട് നിന്റെ ഭാര്യയെ കാണാനുള്ള വഴി നോക്ക്. അങ്ങനെ രണ്ടുപേരും കൂടി ചായയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് വീട്ടിലാണ് കാണിക്കുന്നത്. വർഷ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാടി മുമ്പിൽ നിന്നിട്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയെ ഒരൊറ്റ തട്ട് കൊടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പ് പോയിട്ട് മുടിയൊക്കെ ചീക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ തട്ടി വാങ്ങിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുവാണ്. അങ്ങനെ രണ്ടുപേരും നിരിങ്ങിയൊക്കെ ഒരു വിധത്തിൽ ഒരാൾ മുടി ചീക്കുന്നു, ഒരാൾ ലിപ്സ്റ്റിക് ഇടുന്നു ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ രവി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെന്ന് വിളിച്ചിട്ട് മെല്ലെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ചന്ദ്രൻ ഒരൊറ്റ വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞെട്ടിയടിക്കുന്നത്. അങ്ങനെ നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ എന്താ മര്യാദ കിട്ടുമോ? ഇപ്പൊ നിനക്ക് ഇവിടെ എന്ത് മര്യാദ കുറവാണോ ഉള്ളത്? ഇന്നലെ രാത്രി നമ്മുടെ വീട്ടില് കറണ്ട് പോയി എന്നുള്ള കാര്യം പറയുമ്പോ എന്താ ടിവിയിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെന്താ കളിയാക്കുകയാണ്? പിന്നെന്താ വലിയ എന്തോ കണ്ടുപിടിച്ചതുപോലെ നീ പറയുന്നു. കറണ്ട് ട്രിപ്പായി, അത് സച്ചി റെഡിയാക്കുകയും ചെയ്തല്ലോ. അത് തനിയെ അങ്ങനെ ആയതല്ല, രണ്ടുപേരും അടിയുണ്ടാക്കിയത് കൊണ്ട് അങ്ങനെ സംഭവിച്ചാന്ന് പറയുമ്പോ ആരെന്ന് ചോദിക്കാണ് രവി. ശ്രീകാന്തും വർഷയും കറണ്ട് പോയതിന് കാരണം AC ഓണും ഓഫാക്കി കളിച്ച് അടിയുണ്ടാക്കിയിട്ടാണ്. ഓ, അപ്പൊ ഇത് വേറെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് പറഞ്ഞത്. അവരുടെ അടുത്ത് നേരത്തെ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, അടി കൂടി വരികയാണ്. നീ എന്തിനാ BP കൂട്ടുന്ന ചന്ദ്രേ? അവരുടെ അടി, അവരെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് അവര് നോക്കിക്കോളൂ. നീ ആവശ്യമില്ലാതെ തലയിടാൻ നിൽക്കണ്ട. ഇങ്ങനെ അവർ അടി ഉണ്ടാക്കിയിട്ട് അത് വലിയ പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാല് വർഷയാണെന്നുണ്ടെങ്കിൽ നേരെ അവളുടെ വീട്ടിലേക്ക് പോകും. അവരുടെ വീട്ടുകാരെന്താ നമ്മളെ കുറിച്ചല്ലേ ചോദിക്കുക? ശരിയാ, പിന്നെ ഭയങ്കര ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വരും. ഇതുവരെ അവളുടെ അച്ഛൻ ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല, പിന്നെ ഇത് മാത്രം അവര് വന്ന് ചോദിക്കാൻ പോവാണ്. നീ ഓവറായിട്ടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ചന്ദ്രേ. ചെറിയ പിള്ളേരാണ്, ഇപ്പൊ അടുത്ത് കല്യാണം നടന്നവരാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. ഇതെന്താ വണ്ടി ഓടിക്കുന്നത് പോലെയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഓടിച്ചോടിച്ചങ്ങ് പഠിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നത് നിനക്ക് അത്ര സാധാരണയായിട്ടാണ് തോന്നുന്നത്? എന്തായാലും രവിയേട്ട, ഇന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരിക്കും. അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ബായ് ആന്റി, ബായ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും വർഷയെ നിക്ക് എന്താ ആന്റി, എനിക്ക് ടൈം ആവുന്നു. വർഷയെ ഒന്ന് നിക്ക്, എനിക്കൊരു കാര്യം ചോദിക്കണം. എന്താ ആന്റിക്ക് ചോദിക്കാനുള്ളത്? അത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി. എന്താ ചോദിക്കാൻ അറിയാത്ത അവസ്ഥയില് ശ്രീകാന്ത് വന്ന് കരണ്ട് എന്നൊക്കെ പറയാണേ. ആന്റി എന്താ പറയാൻ വേണ്ടി വരുന്നെന്നുള്ള കാര്യം ചോദിക്കും. കരണ്ട് പോയി, പ്രശ്നം, നിനക്ക് അടി ശ്രീകാന്തിന്റെ കൂടെ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചന്ദ്രമതി ചോദിക്കുന്നത്. എന്താ ആന്റി, ആന്റിക്ക് സ്ട്രോക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ചോദിക്കുകയാണെ വർഷ നമ്മുടെ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ. അതൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോ പിന്നെ എന്താ ആന്റി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ല വർഷേ, നിനക്കും അതുപോലെ ശ്രീകാന്തിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വർഷ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ല, ഇന്നലെ രാത്രി നിങ്ങളുടെ റൂമിൽ നിന്ന് ശബ്ദം കേട്ടു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് പറ, ഞാൻ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിച്ചോളാം, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആന്റി എന്തിനാ ശ്രീകാന്തിന്റെ അടുത്ത് സംസാരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ഇതിനെ കുറിച്ച്. അല്ല, ഒരു അടിയുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ഉടനെ തന്നെ ശരിയാക്കണ്ടേ, ഇല്ലെങ്കിൽ അത് വലുതായി പോവും. ഇല്ല ആന്റി, അങ്ങനെയൊന്നും ഇല്ല എന്ന് വർഷ പറയണേ. എന്റെ അടുത്ത് പറയുന്നതിന് എന്താ മോളെ, നീ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല ആന്റി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അത് പറയൂ. ഇല്ല വർഷേ, ഇന്നലത്തെ നിങ്ങളെ അടി കാരണം വീട് തന്നെ മൊത്തത്തിൽ ഇരുട്ടായി. എന്താണെങ്കിലും കരണ്ടില് കളിക്കാൻ മാത്രമൊക്കെ ആ ഒരു അളവിലേക്കൊക്കെ എത്തിയോന്ന് ചോദിക്കാണ്. ഒന്നുമില്ല ആന്റി, ഞങ്ങള് ചുമ്മാ ഫൺ പോലെ കളിച്ചു, അത്രയേ ഉള്ളൂ. ഇതാണോ ആന്റി ഇത്ര സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്? ഇപ്പൊ ആന്റിക്കും അങ്കിളിന്റെ ഇടയിലും ഒരു ആർഗ്യുമെന്റ്സ് വരാറില്ലേ? അങ്കിൾ, നിങ്ങൾക്കിടയിൽ ആർഗ്യുമെന്റ്സ് വരില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു കോർട്ടിലെ വക്കീല് ആർഗ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആന്റി എന്നെ ആർഗ്യൂ ചെയ്യാറുണ്ട് മോളെ. പിന്നെ എന്താ ആന്റി യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്? അപ്പോഴേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് കേട്ടോ. ഞാനും റെഡിയായി. പക്ഷെ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട, ഞാൻ ഓട്ടോ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീകാന്ത് പുറകെ പോവാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിടിച്ചു നിർത്തുവാണേ. നീയെങ്കിലും പറയടാ, നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അടിയോ, ഞങ്ങൾക്കിടയിലും അങ്ങനെയൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് ശ്രീകാന്ത് പറയണേ. അപ്പോഴേക്കും പോകുന്ന വർഷം ഇത് കേട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടേ. എടാ, എനിക്കെന്താ ചെവി കേൾക്കില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനും ഈ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. എന്താടാ എന്റെ അടുത്ത് ഒന്നും പറയാത്തത്? എന്താ പ്രശ്നം എന്ന് വെച്ചാ പറയടാ. ഇല്ല അമ്മ, ഒന്നുമില്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. ഇതാ വന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാണ് കേട്ടോ. ആ ഉമ്മ കൊടുക്കുന്ന സൗണ്ട് ഉള്ളില് നമ്മുടെ രവിയും അതുപോലെ ചന്ദ്രയും കേൾക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ് നമ്മുടെ ചന്ദ്ര. എന്നിട്ട് ബായ് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണേ. ഞാനും പോവാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണേ. അവര് പോയി കഴിഞ്ഞതിന് ശേഷം ചിരിച്ചുകൊണ്ട് രവി ചന്ദ്രമതിയെ നോക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. എന്താ രവിയേട്ട ഇവിടെ നടക്കുന്നത്? അടിയുണ്ടാക്കിയെന്ന് വിചാരിച്ചപ്പോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരുടെ അടി ഇത്രയേ ഉള്ളൂ ചന്ദ്രയെ. ഇതുകൊണ്ടാണ് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ തലയിടരുതെന്ന് പറഞ്ഞത്. ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുമ്പോഴേ എനിക്ക് ആകെ നാണക്കേടാ തോന്നുന്നത്. ഏത് സമയത്ത് എന്താ ചെയ്യാന്നുള്ള കാര്യം അറിയില്ല. ഒരുപക്ഷെ പണക്കാരെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ വർഷ പറഞ്ഞതുപോലെ നിനക്ക് സീരിയസ് ആയിട്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഉയ്യോ എന്ന് പറയണം കേട്ടോ ചന്ദ്രപതി. എപ്പോഴേക്കും നീ നിന്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാത്ത ഒരു ഭാഗത്തിരിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് അമ്മായി ഭവനം കൊണ്ടിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് അത് പ്രശ്നമായിട്ട് വരിക. തുടർന്ന് വീണ്ടും സച്ചിയെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്താനാണ് കേട്ടോ പറയുന്നത്. ഇനി എന്താ നിനക്ക് അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അല്ല, ദേവു അവിടെ നിൽക്കാതെ പറഞ്ഞിരിക്കുന്നത്, അവളെ കൂട്ടിക്കൊണ്ടു പോകണം. ശരിയെന്ന് സച്ചിയും പറയാണ്. കാണുന്ന അവിടെ നിർത്തുന്നുണ്ട്. ദേവുവിനെ കണ്ടോടെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇന്ന് നിനക്ക് കോളേജ് ഇല്ലേ എന്നുള്ള കാര്യം. ഇല്ല സച്ചിയേട്ടാ, ഇന്ന് ലീവാണെന്ന് പറയാണേ. എന്നാ വാ നമുക്ക് പോയെന്ന് പറയാണേ. അല്ല ചേച്ചി, ഇവിടെ എവിടെ സ്ഥലമുള്ളത് ഇരിക്കാൻ വേണ്ടിയിട്ട്? ചേച്ചിന്റെ മടി മാത്രമല്ലേ ഉള്ളൂ. ആടി നീ എന്റെ മടി കയറി ഇരുന്നോ എന്ന് പറയുമ്പോൾ കുറെ ദൂരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിന്റെ കാല് വേദനിക്കും. ഒരു കാര്യം ചെയ്യും, ചേച്ചി ഫ്രണ്ടിലേക്ക് ഇറങ്ങ്. ഫ്രണ്ടിലോ? ഇവിടെ ഡ്രൈവർ സീറ്റാണ്, ഇവിടെ മാത്രം ഞാൻ മാത്രമേ ഇരിക്കുള്ളൂ എന്നൊക്കെ സച്ചി പറയുമ്പോ അവിടെ അത്രയും സ്ഥലമല്ലേ, സച്ചിയേട്ടന്റെ കൂടെ ചേച്ചിയും കൂടി അങ്ങ് ഇരുന്നോളൂ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ദേവു. പോലീസ് പിടിച്ചതേ ഉള്ളൂ ഇപ്പം, ഇനി ഒരു തവണയും കൂടി പോലീസ് കൊണ്ട് പിടിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഒന്നും വരില്ല, ഇനി കുറച്ച് ദൂരേ ഉള്ളൂ, അങ്ങ് ഇരിക്കും ചേച്ചി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് മുമ്പ് കൊണ്ടേ ഇരുത്തുവാണ് കേട്ടോ ദേവു രേവതിയെ. മുൻസീറ്റിൽ ഇരുന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ദേവു ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടി പറയണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വേണ്ട, നമ്മൾ ഇത്രയും പേരില്ലേ, അത് മതി, അമ്മയുടെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്കെന്ന് പറയാണേ. അങ്ങനെ അവര് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചേച്ചിമാരൊക്കെ ചന്ദ്രപതിയുടെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ.
ചേച്ചിമാരുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്താ ചേച്ചി ഞങ്ങൾ മറന്നു പോയോ, അന്ന് പൂക്കട ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഏത് ആ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്തപ്പോഴാണോ എന്ന് കളിയാക്കുന്ന രീതിയിൽ ചന്ദ്രമതി. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? രേവതിയാണ് ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. രേവതി ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞു വന്നു. അവളെ ഒരു വേലക്കാരി, അവള് നിങ്ങളടുത്ത് ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞു. നല്ല കഥയായി. നിങ്ങൾ എന്താ ചേച്ചി ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ മരുമകളെ നിങ്ങൾ വേലക്കാരി എന്ന് പറയുന്നു? നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന മരുമകളെ ഇങ്ങനെ നാലാൾക്കാരുടെ മുമ്പിൽ തെറ്റായിട്ട് പറയുകയാണോ? നിങ്ങൾ എന്താ എന്റെ വീടിന്റെ പടിക്കൽ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്നു? അപ്പോഴേക്ക് വേറൊരു ചേച്ചിയും പറയുന്നുണ്ട് കേട്ടോ, രേവതിയെ കുറിച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളെ എത്ര നല്ല പെണ്ണാന്നുള്ള കാര്യം അറിയോ? കടയ്ക്കും നിങ്ങളുടെ പേരല്ലേ വെച്ചിരിക്കുന്നത്? ആ ഒരു ബോധം പോലും ഇല്ലാതെ നിങ്ങൾ നാലാൾക്കാരുടെ മുമ്പിൽ നിന്ന് അവള് വേലക്കാരി എന്ന് പറയുന്നു. നിങ്ങളെ നാട്ടിലൊക്കെ മകന്റെ ഭാര്യയെ വേലക്കാരി എന്നാണോ പറയുന്നത്? അതുപോലെയാണോ രേവതി നടത്തുന്നത്? അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിന് മാത്രം ഞാനിപ്പോ എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളെങ്ങനെ രേവതിയെ വേലക്കാരി എന്ന് പറയുന്നത്? ആ കാര്യത്തെ കുറിച്ച് സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? രേവതി തങ്കപ്പെട്ട പെണ്ണാണ്. ഇങ്ങനൊരു പെണ്ണിനെ നിങ്ങൾക്ക് മരുമകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭാഗ്യം ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ മകളെ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് മര്യാദ കുറച്ച് സംസാരിക്കുന്നത് തെറ്റാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ഇത്രയും പ്രായമൊക്കെ ഇല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? രേവതിയുടെ അമ്മയമ്മയെ പോയി അധിസ്ഥാനത്ത് വേറെ ആരെങ്കിലാണ് ഇങ്ങനെ സംസാരിച്ചത്, ആ നാക്ക് ഞങ്ങൾ പിഴുതെടുത്താനെ. രേവതിയെ പോലത്തെ ഒരു പെണ്ണിനെ ഈ നാട്ടിൽ എവിടെ തെരഞ്ഞാലും കിട്ടില്ല. കഴിവ് കുറഞ്ഞ വീട്ടിലെ പെണ്ണാണെന്ന് കരുതിയിട്ട് എന്തും പറയുന്നതാണോ? അവളെ നിങ്ങൾക്ക് അത്രയും കുറവായിട്ടാണോ തോന്നുന്നത്? സ്വന്തമായിട്ട് കട വെച്ചിട്ട് അധ്വാനിച്ചിട്ടാണ് അവള് ജീവിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെന്ത് ചെയ്യാനാ? ചുമ്മാ വീട്ടിലിരിക്കുക. രേവതിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നന്നായിട്ട് ഇരുന്ന് വെട്ടി തിന്നുവല്ലേ? അതുകൊണ്ടാണ് അവളെ തന്നെ ആ നാക്ക് വെച്ചിട്ട് ചീത്ത പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, രേവതിയുടെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാല് പിന്നെ നടക്കുന്ന കഥ തന്നെ വേറെ ആയിരിക്കും. നിങ്ങൾ എന്താ എന്റെ വീടിന് മുമ്പിൽ വെച്ചിട്ട് എന്നെ തെറി വിളിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമതി ചോദിക്കുകയാണേ. ആദ്യം എന്റെ വീടിന് മുമ്പിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അവരടുത്ത് പറയുമ്പോൾ, രേവതിയാണ് ഞങ്ങളുടെ അടുത്ത് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത്, അവള് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ പോയിക്കോളാം. അപ്പോഴേക്കും ചന്ദ്രമതി കലുതുള്ളിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. എന്ത് സംസാരമാണ് അവര് സംസാരിക്കുന്നത്? അങ്ങനെ കയറിപ്പോയ ചന്ദ്രമതി ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്കെങ്ങാനും ഇതുപോലത്തെ അമ്മായിമ്മനെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ നാക്ക് ഞാൻ പിഴുതെടുത്തേനെ. രേവതി ആയതുകൊണ്ടാണ് ഇവരെ സഹിക്കുന്നതെന്നൊക്കെ പറയുന്നത് ചന്ദ്രമതി കേൾക്കുവാണ്. അങ്ങനെ ആകെ കലി പിടിച്ച് നിൽക്കുവാണ് കേട്ടോ ചന്ദ്രമതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്